ഹലോ മൈ ഡിയർ ഗായ്സ്, നമ്മളിന്ന് കണ്ണടക്കിട്ട് ഷോ കാട്ടിട്ടേ വളാഞ്ചേരി പോവാണ്. പോണ വഴിക്ക് നാട്ടിൽ നിന്ന് ഒരു സാധനം മിസ്സായി. നമ്മളിന്ന് ഇൻട്രോ എടുത്തേക്ക് തന്നെ ഉറപ്പ് തന്നെ നമ്മളെ കണ്ണട പോകുന്നില്ല. അത് അതേമാതിരി തന്നെ നടന്നു. സാധനം പോയി, കാണാല്ല. പിന്നെ നമ്മളെ നാട്ടിൽ തന്നെ പേയ്ക്കണ്. ഞാനൊരു വൈകുന്നേരത്തേക്ക് വീഡിയോ എടുത്താണ്. ആർക്കെങ്കിലും കിട്ടിയേക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കും. നമ്മളെന്തായാലും വളാഞ്ചേരി പിടിച്ചിട്ട് ബനയുടെ എടുത്തു. ബന എവിടുന്ന് അറിയോ? ബന ആകെ നമ്മളോട് ചുറ്റിച്ചുക്കണു. വളാഞ്ചേരിയൊക്കെ പേരാന്നൊക്കെ പറഞ്ഞു. നമ്മൾ കോട്ടക്കൽ അടുത്തായിട്ട് എത്തിക്കണു. എന്തായാലും ഓനെ പോയെടുത്ത് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തേക്ക് പോയി. കയറി ചെന്നൈക്ക് തന്നെ വെൽക്കം ഡ്രിങ്ക് പാസ്സാക്കി. എന്നിട്ട് നേരെ ആഷിക്കിനെ കാണാൻ പോയി. ആഷിക്ക് പറഞ്ഞാൽ വളാഞ്ചേരി തന്നെ മെയിനാണ്. അത് വേറെ വിഷയം. ആഷിക്ക് നമ്മളെ ചെക്കൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടേ. ചെക്കൻ എന്ന് പറഞ്ഞാൽ വളാഞ്ചേരിത്തെ വേറൊരു മെയിനാണ്. ഓനക്ക് കയ്യും കൊടുത്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. ഫുഡ് രണ്ടായിട്ടും ഫുഡ് ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നിലോട്ട് ഫോക്കസ് ചെയ്തു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൽ പോയി കുറച്ചേരം ഇരുന്നു. പിന്നെ നമ്മൾ നീച്ചിട്ടേ പടക്കം പൊട്ടിച്ചാൻ പോയി. അല്ലാതെ നമ്മൾ ഇവിടെ ഇരിക്കാൻ വന്നാലല്ലോ, കല്യാണം എന്റർടൈൻമെന്റ് ചെയ്യാൻ വന്നതല്ലേ. അത് നേരെ പോയി പടക്കങ്ങളും കാര്യങ്ങളും പൊട്ടിച്ചാൻ വേണ്ടിയിട്ട് പോയി. പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അത് കഴിഞ്ഞേക്ക് നമ്മൾ ഉള്ളു കയറിയൊക്കെ ചെക്കനും പെണ്ണും കൂടി നടന്നു വരുന്ന പരിപാടി ഇല്ല, ആ പരിപാടി തന്നെ. അത് കഴിഞ്ഞിട്ട് വല്ല റൊമാൻസ്. അത് കഴിഞ്ഞേക്ക് നമ്മളെ നേരെ സ്റ്റേജിൽ കയറിയിട്ട് കേക്ക് മുറിക്കേണ്ട ശസ്ത്രക്രിയയും കാര്യങ്ങളൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മള് 2 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇട്ടു. അവിടുത്തെ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി നേരെ കുട്ടിപ്പാൻ്റെ അടുത്തേക്ക്. ചെക്കൻ കല്യാണം നോക്കണ്ട, ആർക്കും താല്പര്യം മെസ്സേജ് ചൊല്ലു, ആ അക്കൗണ്ട് ടാഗ് ചെയ്തിടാം. അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ടേ ഒരു കടയിൽ കയറിയിട്ട് ഒരു ജ്യൂസ് അവിടെ പാസ്സാക്കി. ഈ വീഡിയോ കുട്ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ തച്ചൊല്ലും, അത് വേറെ വിഷയം. അപ്പൊ ബാക്കി പിന്നെ